ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ലോങ് വീഡിയോ എടുത്തിട്ട്. ലോങ് എന്ന് പറഞ്ഞാൽ അത്ര ലോങ് അല്ല, ഷോർട്ടായിട്ടുള്ള ഒരു ലോങ് വീഡിയോ. അപ്പോൾ ഇന്ന് ചെയ്യണത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡയറ്റിംഗ് ഡേ ആണ്. എന്ന് വെച്ചാൽ ഡയറ്റ് ചെയ്യുന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നുള്ളത്. ഡയറ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷേ നല്ല രീതിയിലൊന്നല്ല ഡയറ്റിംഗ് പോണത്. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ 8-8:30 ഉള്ളിൽ എൻ്റെ ചായ കുടി കഴിയാറുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞില്ല, മോൻ 8 മണിക്ക് സ്കൂളിൽ പോവുക. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് സ്മൂത്തി ഉണ്ടാക്കിയാലോ എന്ന്. കാരണം ഇന്നലെ വൈകുന്നേരം അച്ഛൻ റോബസ്റ്റ് പഴം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു പഴമുള്ളതല്ലേ സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ പണികൾ കഴിയട്ടെ, എന്നിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിക്കും, തുടയ്ക്കും, പിന്നെ തോന്നും ഞാൻ തിരുമ്പൽ കഴിയട്ടെ, അങ്ങനെയായിട്ട് എല്ലാം കഴിഞ്ഞ് വരുന്നിട്ട് ഉണ്ടാക്കി കുടിക്കുമ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. എന്നാലും വല്ലാണ്ടൊന്നും വിശന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കണത് പാലുണ്ടായിരുന്നു, അതായത് നല്ല നാടൻ പാലാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാല്, കുഞ്ഞ് കപ്പാണ്, മെഷർമെൻ്റ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞ് കപ്പിൽ 1/2 കപ്പ് പാല്, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂണ് ഓട്സ് ഇട്ടു. ഓട്സ് കുറച്ച് നേരം ഇങ്ങനെ കുതിരാൻ വെക്കണത് നല്ലതായിരുന്നു. ഞാൻ കുതിർക്കാനൊന്നും വെച്ചില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യാട്ടോ ചെയ്തത്. പിന്നെ അതിലേക്ക് ഒരു റോബസ്റ്റ് പഴം ഇട്ടു, പിന്നെ ഒരു 3 ഈത്തപ്പഴം ഇട്ടു. പിന്നെ ഈ സ്മൂത്തിയിൽ അധികം മധുരം ആവണത് എനിക്കിഷ്ടമില്ല. അല്ലാതെ മധുരം ഭയങ്കര മധുരപ്രേമിയാണ്, പക്ഷേ സ്മൂത്തിയിൽ ഓവർ ആവണത് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം തേനൊന്നും വേറെ ഒഴിച്ചില്ല. ഇതിൽ തന്നെ പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടിയിട്ട്. സാധാരണ ഞാൻ പാല് തോന ഇടിച്ചിട്ട് കുറച്ച് വെള്ളം പോലെയാവും, അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല കഴിക്കുക. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നല്ല കട്ടിയിൽ നല്ല പാകത്തിൽ കിട്ടിയിട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കാൻ പോവുകയാണ്. മറ്റേത് പണി കഴിയാത്ത നേരത്തെ ചായ കുടിക്കണമെന്ന് വെച്ചെങ്കിൽ അത് കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടത്, അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ അത്ര പതുക്കെയല്ല പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തീർക്കും. ഇത് പണിയെല്ലാം കഴിഞ്ഞ കാരണം നല്ല സാവധാനം ആസ്വദിച്ചിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സ്മൂത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് ഇന്ന് മീൻ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ചാള കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ചാളക്കറി എടുത്തില്ല. ഇന്നലെ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ കയറ്റി ഇന്ന് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് മധുരത്തിൽ കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് സോസുകളും ഉണ്ട്, അതായത് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, എല്ലാ സോസും ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അധികം ഓയിലൊന്നും വേണ്ടി വരില്ല. കുറച്ച് ഓയിൽ മാത്രം ആദ്യം ഒന്ന് ഇങ്ങനെ ആ ക്യാരറ്റും ഇതൊക്കെ ഒന്ന് വഴറ്റാൻ മാത്രം വേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള, സാധാരണ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മസാല കൂട്ടുമല്ലോ, ആ മസാല കൂട്ടിയിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ ഈ പറയുന്ന സോസുകളൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. അതാണ് പരിപാടി. പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ആലോചിക്കുമ്പോഴേ എനിക്ക് നല്ല കൊതിയായിരുന്നു. അപ്പോൾ 2 ചപ്പാത്തി എടുത്തു, കുറച്ച് കായപ്പേരിയും ചിക്കനും എടുത്തു. കായപ്പേരി പച്ചമുളക് ചതച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ, ചുവന്നമുളക് ഇട്ടില്ല. അപ്പോൾ പച്ചമുളക് ചതച്ചുണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല കുശാലായിട്ട് കഴിച്ചു കേട്ടോ. കഴിച്ച് പോകുമ്പോഴാണ് ഒരു പരിപാടി ഉണ്ടായത്. എനിക്ക് മധുരത്തിൻ്റെ ക്രേവിങ്സ് ഉള്ള കാരണം ഈ ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും മധുരം ഇറക്കണം. കുറേ നേരം ഞാൻ ഒന്നും വേണ്ട ചേട്ടാ. അവസാനം പോയിട്ട് 2 ബിസ്ക്കറ്റ് എടുത്തു. എന്തോ ഭാഗ്യത്തിന് 2 എണ്ണത്തിൽ ഒതുങ്ങി. അല്ലെങ്കിൽ ഒരു പാക്കറ്റ്, അല്ലെങ്കിൽ പോട്ടെ ഒരു 6-7 എണ്ണം വരെയൊക്കെ പോകലുണ്ട്. അപ്പോൾ അത് നല്ല ഇളിഞ്ഞ മോന്തയായിട്ട് 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുത്തു. പിന്നെ വൈകുന്നേരം മോനൊക്കെ വന്നതിന് ശേഷം ഒരു കരിക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് വെള്ളവും കുടിച്ചു. തേങ്ങ അവൻ കഴിക്കാറില്ല സാധാരണ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ചെക്കൻ മുറിവ് വെച്ചിട്ട് എന്നോട് വീഡിയോ എടുക്കലും ആ വീഡിയോ മാറ്റിയ ചെക്കൻ മുറിവ് വെച്ചിട്ടാണ് വീഡിയോ ഇട്ടുകൊടുക്കുന്നത്. ഞാൻ വീഡിയോയിൽ ഇടും തന്നെ. എവിടെ മുറിവ് പറ്റി കാണിച്ചേ നോട്ടെ. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിത്തെ ഡിന്നറിലേക്ക് കിടന്നു. ഡിന്നറിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരു പകുതി കുക്കുംബർ കൂടി എടുത്തു. ഈ കുക്കുംബറെ ഫ്രണ്ടും ബാക്കൊക്കെ ഇങ്ങനെ പൊങ്ങ പോലെയായിട്ട് മൂത്തതാണ്, എന്താ ഇതിന് പറയുക, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കുന്നുള്ളൊരു കഷ്ണം പകുതി കുക്കുംബർ എടുത്തു. ഒരു ചപ്പാത്തി എടുത്തു. പിന്നെ കുറച്ച് കായപ്പേരി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതായത് ഉച്ചത്തെ മീൻകറി ഉണ്ടായിരുന്നു. നല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ. അമ്മ നന്നാക്കുമ്പോൾ പറഞ്ഞായിരുന്നു കുറേ കാലമായിട്ട് കുറച്ച് വലിപ്പമുള്ള ചാള കിട്ടിയിട്ട് അത് നെയ്യുള്ളത്. അപ്പോൾ നല്ല ചാളയായിരുന്നു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ ഈ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഇന്ന കറിയെന്നൊന്നുമില്ല, എന്ത് കറിയും മോരുകറി വരെ ഞാൻ ചപ്പാത്തി കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ കറികളുടെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ
എൻ്റെ വാട്ട ഈറ്റിങ്ങിൻ്റെ ഡയറ്റിംഗ് ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.